ലോകമായ ഇഹപരഗാഥ. ഭക്തികുളങ്ങര പുത്തൻ മഠം വാഴും ശ്രീ ബാലാംബിക. നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. ചോദ്യം ഇതാണ്, അതായത് പരമേശ്വരൻ ശിവമൂലി കണ്ടുപിടിച്ചു. പരമേശ്വരൻ ശിവമൂലി ഉപയോഗിക്കുമോ? അതായത് കഞ്ചാവ് പുകയ്ക്കുന്നതായിട്ടൊക്കെ കാണാറുണ്ട് ഫോട്ടോയിൽ. ഇതൊക്കെ സത്യമാണോ എന്നുള്ളതാണ് ചോദ്യം. വളരെ നല്ല ചോദ്യമാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിന് നമുക്ക് പകർന്ന് നൽകുവാൻ സത്യമായ അറിവുകൾ, സത്യാവസ്ഥ അറിയിക്കുക എന്ന് നമുക്കും ഒരാഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ ഇടയിൽ ചില കുരുട്ടുബുദ്ധികൾ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ വിശ്വാസങ്ങളെ കറുപ്പായിട്ട്, അതായത് തെറ്റായിട്ട് വർത്തിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട്. അവരെ വിശ്വസിച്ച് അതാണ് എന്ന് വിശ്വസിക്കന്മാരാണ് അവർ നമുക്ക് പകർന്നു നൽകുന്നത്. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം, ഭഗവാൻ ശിവന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ചിത്രങ്ങളിൽ കാണുന്ന കഞ്ചാവ് വലിക്കുന്ന പരമേശ്വരൻ, അത് ഓരോ കലാകാരൻ്റെ ഓരോ ലീലാവിലാസങ്ങളെന്ന് പറയാം. നമ്മുടെ സനാതനധർമ്മത്തിലെ ദൈവങ്ങളെ വേറെ തലത്തിൽ ചിത്രീകരിച്ച്, മോശമായ രീതിയിൽ ചിത്രീകരിച്ച് നമ്മുടെ സമൂഹത്തെ കളിയാക്കാൻ ഇതുപോലത്തെ കുറേ കലാകാരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും ശിവൻ്റെ വാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡമരു. രണ്ടാമത്തെ വാദ്യം എന്ന് പറഞ്ഞാൽ ശൃംഗി എന്ന് പറയും. ചെറിയ കുഴലാണ്. അതായത് നമുക്കറിയാം ഭഗവാൻ ശിവൻ്റെ വാഹനമായ നന്ദീശ്വരൻ, കാള, ബഫല്ലോ, അതിൻ്റെ ചെറിയ ഒരു കൊമ്പാണ് ശൃംഗി എന്ന് പറയുന്നത്. ആ ശൃംഗിയിലാണ് ഭഗവാൻ തൻ്റെ വാദ്യം, ഒരു കയ്യിൽ ഡമരുവും മറുകൈയിൽ ശൃംഗിയും പിടിച്ച് ഊതുന്ന. ഭഗവാൻ സന്തോഷമായിരിക്കുമ്പോഴാണ് ഡമരുവും ശൃംഗിയും ഒരുമിച്ച് വായിക്കുന്നത്. ഭഗവാൻ ക്രുദ്ധനാണെങ്കിൽ, അതായത് കോപിഷ്ഠനാണെങ്കിൽ ഡമരു മാത്രമായിരിക്കും വായിക്കുക. അപ്പോൾ ശൃംഗി ഭഗവാൻ വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് കഞ്ചാവ് വലിക്കുന്നതായിട്ടൊക്കെ തോന്നും. ആ ശൃംഗി വായിക്കുന്നതിൻ്റെ മേളിൽ കുറച്ച് പുകയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ കഞ്ചാവ് വലിക്കുന്നതായിട്ടൊക്കെ തോന്നും. അതിന് തെറ്റ് പറയാനൊന്നുമില്ല, കാരണം അങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിച്ചോട്ടെ. പക്ഷെ ഭഗവാന്റെ സത്യാവസ്ഥ, ഭഗവാന്റെ വൈരാഗീഭാവത്തിന് ഒന്നും തന്നെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് കഞ്ചാവ് വലിക്കണമെങ്കിൽ വലിച്ചു, പക്ഷെ ഭഗവാനെ അതിൻ്റെ ഇടയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കുറച്ച് നാളുകളായി ഒരു സന്യാസി വര്യൻ പറയുന്നു കേട്ടു, ശ്രീരാമചന്ദ്രൻ മാനിനെ കഴിക്കുന്നു എന്നുള്ളത്. നമുക്കറിയാം ശ്രീരാമചന്ദ്രനും അതേപോലെ ശ്രീകൃഷ്ണൻ മണ്ണ് വാരി വായിലിട്ടപ്പോൾ വാ തുറക്കാൻ പറഞ്ഞ് യശോദയ്ക്ക് കാട്ടിക്കൂട്ടിയത്
14 ബ്രഹ്മാണ്ട ലോകങ്ങളാണ്. അതായത് ഈ പറയുന്ന നമ്മളെല്ലാം ഭഗവാന്റെ വായിലാണ് അന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഭഗവാന്റെ സൃഷ്ടി തന്നെ കഴിക്കണമെന്ന് ആഗ്രഹവും ഇല്ല. അഥവാ കഴിച്ചാൽ തന്നെയും അത് പുരാണങ്ങളിൽ കാട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലത്തെ തെറ്റായ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നവരോട് എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. സനാതനധർമ്മത്തിൻ്റെ അപകീർത്തിപ്പെടുത്തരുത് എന്ന് മാത്രമാണ് എൻ്റെ ഒരേ ഒരു റിക്വസ്റ്റ്. ശരിയായ അറിവുകൾ നാം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടായി നമ്മുടെ ഗ്രന്ഥങ്ങൾ, ഉപനിഷത്തുകൾ, ഇതെല്ലാം ബ്രിട്ടീഷ് മുഗളന്മാർ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്, സത്യമായ ഗ്രന്ഥങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് നളന്ദ, തക്ഷശില. ഇപ്പോൾ ഒരു ബുക്കിൽ നമ്മൾ അത് കണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കോപ്പി നമ്മൾ അന്വേഷിക്കണം. ഏതോ ഒരു പബ്ലിഷേഴ്സ് ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ രാമായണം അല്ലെങ്കിൽ മഹാഭാരതം പ്രിൻ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അത് സത്യമാകണമെന്നില്ല. അതിൻ്റെ ഒറിജിനൽ കോപ്പി എവിടെ, അത് അന്വേഷിക്കണം. അപ്പോൾ അങ്ങനെ അന്വേഷിക്കാത്തിടത്തോളം കാലം നമ്മൾ കണ്ണു പൂട്ടി അത് വിശ്വസിക്കും. പോരാത്തത് ഇങ്ങനെയുള്ള കുറേ ആചാര്യന്മാർ തെറ്റായ കാര്യങ്ങൾ, അത് നമ്മുടെ സമൂഹത്തിന് തെറ്റായ വഴികളിലൂടെ നമ്മുടെ യുവതലമുറ മാറും എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ സമൂഹം നമുക്കറിയാം, എല്ലാവരും മയക്കുമരുന്നിന് അടിമകളാണ്. അവരോട് ചോദിച്ചാൽ അവർ മറുത്തരം പറയുന്നത് ഭഗവാൻ ശിവൻ വലിക്കുന്നുണ്ടല്ലോ, അതിന് ശിവമൂലിയല്ലേ കഞ്ചാവെന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് വലിച്ചാൽ എന്താ എന്നുള്ളൊരു ചോദ്യമാണ്. ഭഗവാനായ കഞ്ചാവ് വലിക്കേണ്ട ആവശ്യമില്ല. സിദ്ധന്മാരാണ് ഈ പറയുന്ന മൂലികയെ കണ്ടുപിടിച്ചതും അതേപോലെ അത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതും. പക്ഷേ ഇതുപോലത്തുള്ള അറിവില്ലായ്മയാണ് നമ്മുടെ സമൂഹത്തെ പൂർണ്ണമായിട്ടും നാണക്കേടാക്കി മാറ്റുന്നത്. സനാതനധർമ്മത്തിന് അഹിംസയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എവിടെ നോക്കിയാലും ഹിംസയാണ് നാം കാണുന്നത്. കൗളിനി എന്നതിനർത്ഥം പൂർണ്ണമായിട്ടും അറിയാത്തവരാണ് ഇന്നത്തെ സമൂഹം എന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ സത്യം എന്തെന്ന് നാം മനസ്സിലാക്കണം. കണ്ണിൽ കണ്ടത് വിശ്വസിക്കൂടാ, അത് അനലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഉയർച്ചയുണ്ടാവുള്ളൂ. നമ്മുടെ ധർമ്മത്തിന് ഗ്ലാനിയില്ലാതെ നമ്മുടെ തലപ്പത്തിരിക്കുന്നവർ ഇതുപോലത്തെ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞു കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാവി എവിടെ ഉണ്ടാവുമെന്ന്, എവിടെ ചെന്ന് എത്തിച്ചേരുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും ജസ്റ്റ് അനലൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ തെറ്റായ ധാരണകൾ, തെറ്റായ അറിവുകൾ, ഏതറിവായിക്കോട്ടെ, ആ അറിവുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് ശരിയാണോ, അതെവിടെയെന്നാണ്, എങ്ങനെയാണ് എന്ന് കൂടി നമ്മൾ അന്വേഷിക്കണം. കാരണം കലിയുഗമാണ്. ശരിയും തെറ്റും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം നടക്കുന്നത്. നമ്മുടെ സനാതനധർമ്മം പ്യൂരിറ്റി ഉള്ളതാണ്, സത്യമാണ്. സനാതനധർമ്മത്തിന് ആദിയുമില്ല അന്ത്യവുമില്ല. ആ സനാതനധർമ്മം അനുഷ്ഠിക്കുന്നവരാണ് ഹൈന്ദവർ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പ്രകൃതിയെ നശിപ്പിക്കാനല്ല, മറിച്ച് പ്രകൃതി സ്നേഹിക്കുവാനാണ് ആ ധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്ക് അറുതി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ
നമസ്കാരം. എന്റെ അർത്തികുളങ്ങര പുത്തൻ മഠം വാഴും വജ്ര നരസിംഹസ്വാമി മമ മനസാ സ്മരാമി. ഉദ്ഭവം നൃസിംഹരൂപം